ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് മാൻസറയുടെ എറ്റർണൽ വുഡ്. 2024 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. പിയറെ മൊണ്ടാൽ എന്നുള്ള പെർഫ്യൂമറാണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തത്. അയാൾ തന്നെയാണ് അതിൻ്റെ ഓണറും, മൊണ്ടാലയുടെയും മാൻസറയുടെയും. ഈ ഒരു പെർഫ്യൂം ഇനീഷ്യോ ഊദ് ഫോർ ഗ്രേറ്റ്നെസ്സിൻ്റെ DNA വളരെയേറെ സാമ്യമുള്ള ഒരു DNA ആണ്. പക്ഷെ അല്പം ഒരു ട്വിസ്റ്റ് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പെർഫ്യൂം എൻ്റെ ഒരു സെല്ലർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് ബ്ലൈൻഡ് ആയിട്ട്. ഇപ്പോൾ മൺസൂൺ സീസൺ ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഒരു പെർഫ്യൂം നീ വാങ്ങണം, ട്രൈ ചെയ്യണം. അപ്പം എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള DNA വലിയ താല്പര്യമില്ല. ഓൾറെഡി ഊദ് ഫോർ ഗ്രേറ്റ്നെസ്, ഊദ് ഫോർ ഗ്രേറ്റ്നെസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ലത്താഫയുടെയും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ ക്ലോൺ. അപ്പോൾ അതെനിക്ക് ലത്താഫയുടെ എനിക്ക് ഭയങ്കര തലവേദനയായിട്ട് തോന്നി. പിന്നീട് അതിന് ശേഷം ഇറങ്ങിയ ബാച്ച് വളരെ വീക്കായി മാറി. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ സെല്ലർ റെക്കമെൻഡ് ചെയ്തതല്ലേ, മാത്രമല്ല മാൻസറുടെ ആണ്. അപ്പോൾ എന്തായാലും മോശമാവില്ല എന്ന് കരുതിയിട്ടാണ് ഈ സാധനം വാങ്ങി ഞാൻ ആദ്യം ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മണം അറിയാൻ പറ്റുന്നില്ല. കാരണം സൈനസൈറ്റിസ് കൂടിയിട്ട് എനിക്ക് മണം അറിയാൻ പറ്റുന്നില്ല. അപ്പം ഇന്നലെയാണ് ഞാനിത് രാവിലെ ഈ പെർഫ്യൂം 2 സ്പ്രേ എൻ്റെ ഇവിടെ അടിച്ചത്. ഇന്നലെ രാവിലെ ഒരു 10:40 കയ്യിലടിച്ചു. അടിച്ചതിന് രാത്രിയായപ്പോൾ ഒരു 8:45 ഞാൻ ഇവിടെ ഒരു മന്തി വിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ജെല്ലിക്കട്ട് മന്തി, വളരെ ഫേമസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് മന്തി ഓർഡർ ചെയ്തു. മന്തി കൊണ്ട് തരാൻ സ്ഥിരം വരുന്ന ഒരു ചങ്ങാതി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇത്തവണ വന്നപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, ഒന്നുകിൽ പരിചയമുള്ള കൊറിയറുകാർക്ക്, കൊറിയർ കൊണ്ടുവരുന്ന ആളുകൾക്ക് കയ്യിലടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കും. അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഞാൻ തന്നെ അടിച്ച് ഞാൻ തന്നെ പറയുന്നതിനേക്കാൾ നല്ലത് മറ്റൊരാൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ട്രൈ ചെയ്യുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയണമല്ലോ. അങ്ങനെ ഇന്നലെ രാത്രി കൊണ്ടു തന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് പൈസയും കൊടുത്ത് കൈയടിക്കാൻ പറഞ്ഞു. കയ്യിലടിച്ച് ഉടനെ ഇങ്ങനെ മിക്സും ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്യരുത്, ഓക്കെ ശരി. പുള്ളി ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഞാനിത് എന്ത് മനുഷ്യൻ, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പുള്ളി പോയി. എന്റെ കയ്യിൽ രാവിലെ ഈ 10:40 അങ്ങോട്ട് അടിച്ചത് മണം രാത്രി ആയിട്ട് ഈ മണം മാറുന്നില്ല, ഭയങ്കര സ്ട്രോങ്. ഈ മണം ഫേഡ് ആവുന്നേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ എന്തായാലും പറയേണ്ടതാണല്ലോ, അഭിപ്രായം പറയേണ്ടതാണല്ലോ. എന്തെങ്കിലും ചിലപ്പോൾ ചിലർ അങ്ങനെയല്ലേ. അത് കഴിഞ്ഞ് രാവിലെ ഒരു 9:09 ആയപ്പോൾ മൊബൈൽ ഒരു മിസ് കോൾ തിരിച്ചു വിളിച്ചു. ഇനി സബ്സ്ക്രൈബർ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീക്കെൻഡ് വാങ്ങാനായിട്ട് ആരെങ്കിലും ആണെന്ന് കരുതി രാവിലെ എടുത്തു. തിരിച്ചു വിളിച്ചപ്പോൾ ചേട്ടാ ഞാൻ ഇന്നലെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നു. അപ്പൊ എനിക്ക് മനസ്സിൽ കാര്യം കത്തി, ഇതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്ത് സാധനം നിങ്ങൾ അടിച്ചതെന്ന്. ഞാൻ ചേട്ടാ വിളിച്ചിട്ട് പോകുന്നില്ല, ഏത് പെർഫ്യൂം സൂപ്പർ ആട്ടോ. വീട്ടിൽ വന്നിട്ട് വീട്ടില് അച്ഛൻ പറഞ്ഞു നീ ഇന്ന് സ്പ്രേ അടിക്കുന്നതാണല്ലോ, എന്ത് സ്പ്രേ ചെയ്ത്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടില് അടുത്ത് ആൾക്കാരെ കോംപ്ലിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞു. വില എത്രയെന്ന് വെച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഇത് എൻ്റെ സാലറിയുടെ പകുതി ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു വിലയുള്ള പെർഫ്യൂമാണ്. എന്തായാലും നല്ല സംഭവം കേട്ടോ, നല്ല പെർഫ്യൂം. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി നിങ്ങളത് അഭിപ്രായം പറഞ്ഞില്ലല്ലോ. അയ്യോ ഏട്ടാ തിരക്കല്ലേ, മഴ വരുന്നത് അതുകൊണ്ട് അങ്ങ് ഓടിപ്പോയത്. രാവിലെ ആയിട്ടും എൻ്റെ കയ്യിൽ മണം മാറുന്നില്ല, സ്ട്രോങ് ആണ്. അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഈ മണം ഞാൻ മണം എൻ്റെ കയ്യിലടിച്ചത് സ്മെല്ല് ചെയ്തപ്പോൾ പിറ്റേ ദിവസവും ഈ സമയത്തും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ മണം പോയിട്ടില്ല. മണം ഉണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്. സ്നിഫ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഫെയ്ഡായിട്ടല്ല, അത്യാവശ്യം കിട്ടുന്നുണ്ട്, മണം അടിച്ചതുപോലെ കിട്ടുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ട് കൈയും കാലും വിയർക്കുന്ന ഒരാളാണ്. ഞാൻ 3-4 തവണ കൈയും കാലും കഴുകും, 2-3 നേരം കുളിക്കും, എന്നിട്ടും ഈ മണം പോകുന്നില്ല. വളരെ വളരെ സ്ട്രോങ്. അപ്പോൾ ഇത് റേഷൻ കാർഡ് സംഭവത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഇത് തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്, ജെന്യുവൻ ആയിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി പെർഫ്യൂമിലേക്ക് വന്ന പെർഫ്യൂമിന്റെ പ്രൊഫൈൽ വുഡി, ആംബർ, സ്വീറ്റ്, വാം, സ്പൈസി, ഊത്ത്, അറോമാറ്റിക്, വാനില, ബാൽസമിക്, കാരമൽ, ഇത്രയാണ് ഇതിന്റെ പ്രൊഫൈലായിട്ടുള്ളത്. ഇതിന്റെ നോട്ടുകൾ ലവോഷ്യൻ ഊത്ത്, സാഫ്രോൺ, ദവാന, ഇതാണ് ടോപ്പ് നോട്ടിൽ. മിഡിൽ നോട്ടിൽ ഗുവാക് വുഡ്, അത് ബേസിക്കലി ഊത് തന്നെയാണ്. പിന്നെ പാലോ സാന്തോ, അതും വുഡി സ്മെൽ വരുന്നതാണ്. പിന്നെ കോപ്പൽ, അതൊരു മരപ്പശയുടെ പോലത്തെ ഒരു നോട്ടാണ്. പിന്നെ കാശ്മീർ വുഡ്. ബേസ് നോട്ടിൽ ടോഫി, ടോങ്കാബിൻ, ആംബർ, ഒക്മോസ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഊത് ലവോഷ്യൻ ഊത്. ലാവോസിലെ മലനിരകളിൽ കിട്ടുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഊതാണ് ലവോഷ്യൻ ഊത്. അക്വിലാരിയ എന്നൊരു മരത്തിൽ നിന്നാണ് ഈ ലാവോഷ്യൻ ഊത് നിർമ്മിക്കുന്നത്. അപ്പൊ ഈ മരം വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഊത് പ്രേമികൾക്കിടയിൽ ലവോഷ്യൻ ഊതിന് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അതിന്റെ കാരണം ഇതിനൊരു അനിമലിക് നോട്ടല്ല, മറിച്ച് ഒരു തേനിന്റെ സ്വീറ്റ്നെസ്സും മരത്തിന്റെ മണവും വുഡി സ്മെല്ലും പ്ലസ് തേനിന്റെ മണവും ചേർന്ന് വരുന്ന ഒരു സ്വീറ്റ് ഊതാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഊതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇപ്പൊ കംബോഡിയൻ ഊതെടുത്താൽ എന്താ, കംബോഡിയൻ ഊതിനകത്ത് ഫ്രൂട്ട്സിന്റെ മണവും വുഡിന്റെ മണവും ചേരുമ്പോൾ ഒരു മണമാണ് കംബോഡിയൻ ഊത് ചേർത്ത്. ഇന്ത്യൻ ഊത് വരുമ്പോൾ കുറച്ചുകൂടി പഞ്ചന്റ് ആയിട്ടുള്ള ഊതായിരിക്കും. അതാണ് പലരും അയ്യോ ഊത് എന്ന് പറയുമ്പോൾ തലവരിക്കുന്നതിന് കാരണം ഈ ഇത്തരത്തിലുള്ള ഊത് അനിമലിക് സ്ട്രോങ് വൈൽഡ് ആയിട്ടുള്ള ഊതിനാണ് ആ ഒരു പ്രത്യേകത ഉള്ളത്. മറിച്ച് ഇതിൽ ചേർത്തിരിക്കുന്നത് ലവോഷ്യൻ ഊത്. നിങ്ങൾക്ക് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇരട്ടി മധുരം, അങ്ങാടിക്കടയിലുണ്ടാവും ഇരട്ടി മധുരം, ലിക്രിഷ്. അപ്പൊ അത് ഒന്ന് ചവയ്ക്കുമ്പോൾ ഒരു സ്വീറ്റ്നെസ്സും അല്പം ഒരു മരത്തിന്റെ ഒരു ഫ്ലേവറും സ്വീറ്റ്നെസ്, തേനിന്റെ ഒരു മണവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു മണമാണ് ഈ ലവോഷ്യൻ ഊതിൽ ചേർത്തിരിക്കുന്നത്. അപ്പൊ ലവോഷ്യൻ ഊതിന്റെ മണമാണ് ഇതിൽ ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് സാഫ്രോൺ നോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്ത് നോക്കാം. ബോട്ടിൽ വെച്ചില്ലല്ലോ, ടെസ്റ്ററാണ് കയ്യിലിരിക്കുന്നത്.
എറ്റേണൽ വുഡ്, EDP, താഴെ ബാച്ച് കോഡ്, മാഗ്നറ്റിക് ക്യാപ്പ്. ഞാൻ അധികം സ്പ്രേ ചെയ്യുന്നില്ല, വളരെ സ്ട്രോങ് ആണ്, എക്സ്ട്രീംലി പോട്ടൻ്റ് ആയിട്ടുള്ള സ്വീറ്റ്, ഹണി സ്വീറ്റ്. ഈ സെർച്ച് ഓഫ് നാക്സോസ് പോലെ ഹണി സ്വീറ്റ് പ്ലസ് ഊത്. ഇതിൽ ഇനീഷ്യോ ഊത് ഫോർ ഗ്രേറ്റ്നസ് ചേർത്തിരിക്കുന്നത് പോലെ ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള തല പെരുക്കുന്ന ഒരു ഷാർപ്നെസ് ഇല്ല, മറിച്ച് അതൊക്കെ എടുത്ത് മാറ്റി കിട്ടും. അതായത് അതിൽ ഇഷ്ടപ്പെടായികയായിട്ടുള്ള കുത്തലായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള നോട്ട് എടുത്ത് മാറ്റി ഫിൽട്ടർ ചെയ്ത് അതിൽ മധുരവും തേനും ചേർത്തിട്ടുള്ള ഒരു വുഡി സ്മെൽ. ഇത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പെർഫ്യൂമാണ്. വിമൻസിനും മെൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് നോട്ട് ഡെവലപ്മെന്റ് ഒന്നും ഇല്ല ഇതിൽ കിട്ടുന്ന ആ ലവോഷ്യൻ ഊതും ഹണി, തേനിന്റെ രുചിയും തേനിന്റെ മണമുള്ള ഊതും, പിന്നെ കാശ്മീർ വുഡ്, കാശ്മീർ ആ ഒരു മിൽക്കി സോഫ്റ്റ്നെസ് വരുന്ന ഒരുതരം ഫ്ലഫി ക്രീമി നേച്ചറുള്ള ഒരുതരം വുഡ്, കാശ്മീർ വുഡ്. പിന്നെ ഡ്രൈ ഡൗണിൽ കിട്ടുന്നൊരു ടോഫി, ടോങ്ക ബീൻ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വുഡി സ്വീറ്റ് ഊത് പെർഫ്യൂമാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങണമെന്ന് ഞാൻ പറയില്ല. 10 ml അല്ലെങ്കിൽ 20 ml ധാരാളമാണ്. വാങ്ങുന്നവർ 10 ml വെച്ച് 20 ml ആയിട്ട് വാങ്ങിയാൽ മതി. അത് ധാരാളമാണ്. നിങ്ങൾക്ക് അതുപോലുള്ള പർപ്പസിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. 24 മണിക്കൂർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൈ നന്നായിട്ട് വിയർത്തൊഴിക്കുന്ന എനിക്ക് 24 മണിക്കൂർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ മണം. ഞാൻ വസ്ത്രത്തിൽ അടിച്ചതേ ഇല്ല. അപ്പോൾ വസ്ത്രത്തിൽ എത്ര നേരം നിൽക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കൂ. ഇതിന്റെ പ്രൊജക്ഷൻ 24 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേന്നും എൻ്റെ കയ്യിൽ നിന്ന് മണം വന്നു. പ്രൊജക്ഷൻ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 5-6 മണിക്കൂർ തന്നെ പ്രൊജക്റ്റ് ചെയ്യും സാധനം. ലോങ്ജിവിറ്റിയുടെ കാര്യമല്ല പറയുന്നത്, പ്രൊജക്ഷൻ മാത്രം 5-6 മണിക്കൂർ ഇത് പ്രൊജക്ഷൻ ഉണ്ടാവും. സെൻട്രയിൽ നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഈ മണം ഉണ്ടാവും, അവിടെ കൂടെ തന്നെ കാണും. ഇപ്പോൾ പ്രൊജക്ഷൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ഈ ഒരു സീസൺ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു മഴയും തണുപ്പും ഈ ചൂട് കുറഞ്ഞ ഈ ഒരു കാലാവസ്ഥയിൽ ഇത് യൂസ് ചെയ്യുക. ഓഫീസിൽ യൂസ് ചെയ്യാം, പക്ഷേ ഡെയിലി അല്ല, വല്ലപ്പോഴൊക്കെ. അതായത് 2-3 ദിവസം കൂടുന്നതോറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒഫൻസീവ് അല്ല, ഒട്ടും ഒഫൻസീവ് അല്ല, ഷാർപ്പും അല്ല. അടുത്തിരിക്കുന്നവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. നിങ്ങളൊരു 3-4 സ്പ്രേ മതി. ഓഫീസിൽ AC ആണെങ്കിൽ ഒരു 3 സ്പ്രേ, AC അല്ലെങ്കിൽ ഒരു 4-5 സ്പ്രേ, അത് മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ സ്വീറ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ പറയാം, അർമാനി സ്ട്രോങ് വിത്ത് യു ഇന്റൻസിലിയിൽ അല്പം ഊത് ചേർത്താൽ എന്ത് മണം വരും. അർമാനി സ്ട്രോങ് വിത്ത് ഇന്റൻസിൽ ഒരുവിധം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ അല്പം ഊത് ചേർത്താലുള്ള ഒരു മണമാണ് ഇതിന്റെ മണം. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇതിന്റെ വില വരുന്നത് 120 ml ഉണ്ട്. മാൻസറ 10,000 അടുപ്പിച്ചാണ് വില വരുന്നത്. ഇപ്പോൾ 10,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. ഇനീഷ്യോ ഊത് ഫോർ ഗ്രേറ്റ്നസ് എന്താണെങ്കിലും ഒരു 19,000-20,000 രൂപ വില വരും. അതും 90 ml. ഇത് 120 ml ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം കോംപ്ലിമെന്റ് കിട്ടാൻ പോകുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും ഇത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ട്രൈ ചെയ്യണം, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് വുഡി സ്വീറ്റ് ഇതുപോലുള്ള ലവോഷ്യൻ ഊതിനോടുള്ള താല്പര്യം, അത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഊതാണ്. ഊതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, അനേകം വെറൈറ്റീസ് ഉണ്ട്. അതിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഊതാണ് ലവോഷ്യൻ ഊത്. അതിന്റെ കാരണം ഇത് ഊത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടും, കാരണം സ്വീറ്റ് നോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് പുകഞ്ഞ മണവോ അല്ലെങ്കിൽ കത്തിക്കുന്ന മണവോ പുകച്ചുരുളുടെ മണവോ കരിഞ്ഞ മണവോ സ്മോക്കി സ്മെൽ ഒന്നുമില്ല. ഇതിൽ ഒരു വുഡി സ്വീറ്റ് സ്മെല്ലാണ്. അതാണ് ലവോഷ്യൻ ഊതിന്റെ പ്രത്യേകത. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം ഈ പെർഫ്യൂം. ചില പെർഫ്യൂമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടത് തീരുമാനിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20 ml ധാരാളം. 10 ml വെച്ച് 20 ml ധാരാളം. നിങ്ങൾ 10,000 രൂപ മുടക്കി വാങ്ങേണ്ട കാര്യമില്ല. അത്രമാത്രം പെർഫോമൻസ് ഉണ്ട്. ഇനി എവിടെയൊക്കെ ഉപയോഗിക്കണം? വല്ലപ്പോഴൊക്കെ ഓഫീസിൽ ഉപയോഗിക്കാം, കല്യാണം, പിന്നെ പാർട്ടി, ക്ലബിങ്ങിന് കോംപ്ലിമെന്റ് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള സ്ഥലത്തൊക്കെ അടിച്ചു, ഒരു പ്രശ്നമില്ല. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി 4 പേരെ കാണാൻ പോകുമ്പോൾ അടിക്കുക. നിങ്ങൾ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനെ കാണാൻ പോകുമ്പോൾ, ഒരു ക്ലയൻസിനെ കാണാൻ പോകുമ്പോൾ, നിങ്ങൾ വലിയ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഒരു എഡ്ജ് കിട്ടണമെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. ആൾക്കാർ ചോദിക്കും ഏത് പെർഫ്യൂമാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഈ ലോങ്ജിവിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല പ്രൊജക്ഷനുള്ള പെർഫ്യൂമൊക്കെ കിട്ടുമ്പോൾ എനിക്ക് തല 16 കാരണം നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് അതേപോലെ അനുഭവം കിട്ടി, കോംപ്ലിമെന്റ് കിട്ടിയ കാര്യങ്ങളൊക്കെ ദയവേത് പേഴ്സണലി അറിയിക്കുക. നമ്മുടെ വീഡിയോയിൽ താഴെ കമന്റും ചെയ്യുക. നിങ്ങൾക്ക് റീസെന്റ് കോംപ്ലിമെന്റ് കിട്ടിയ പെർഫ്യൂം ഏതാണെന്ന് പറയുക. മറ്റുള്ളവർക്ക് വാങ്ങാൻ ഒരു പ്രചോദനമാവും, അവർക്ക് അതിന് അഭിപ്രായം പറയാൻ പറ്റും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളത് കമന്റിൽ പറയണം, നിങ്ങൾക്കൊണ്ട അനുഭവം പറയണം. പെർഫ്യൂം എന്ന് പറയുന്നത് മണം മാത്രമല്ല, അതൊരു അനുഭവമാണ്. കുറെ ഓർമ്മകൾ അതിൽ കിടപ്പുണ്ട്. സോ ഇത് 10 ml ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു മൺസൂൺ സീസണിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങളുടെ വാല്യൂ ഫോർ മണിയാണ്. നിങ്ങളുടെ പൈസ പോവില്ല, നിങ്ങളുടെ പൈസ പാഴായി പോകാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്മെൽ വൈസ് ആണെങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ ഊത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷെ ചില സാധനം ഭയങ്കര ഇഷ്ടമാണ്. ചില ഊത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. വാങ്ങി ഇഷ്ടപ്പെട്ടു, വർത്താണ്. പൈസ മുടക്കുന്നവർക്ക് പൈസ പോവില്ല. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ട്രൈ ചെയ്യാതെ വാങ്ങരുത്. ഫുൾ ബോട്ടിൽ വാങ്ങാൻ നിൽക്കുന്നവർ ട്രൈ ചെയ്യുക. അല്ലാതെ എനിക്കൊരു കളക്ഷനിൽ വെക്കണം, വല്ലപ്പോഴൊക്കെ ഒരു ഒക്കേഷനിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ളവർ 10 ml അല്ലെങ്കിൽ ഒരു 10 ml വെച്ച് 20 ml ആയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ കമന്റിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ മെൻഷൻ ചെയ്യാം, വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.